श्लोक 35 मनस्त्वं व्योमत्वं मरुदसि मत्सुरार्तरतिससि त्वमापस्त्वं भूमिस्त्वयि परिणतायां न हि परं त्वमेव स्वात्मानं परिणमयितुं विश्ववपुषा चिदानन्दकारं शिवयुवति भावेन बिभृशे മനഃ മനത്തത്വം ത്വം ഭവതി തന്നെ വ്യോമ ആകാശതത്വവും ത്വം ഭവതി തന്നെ മരുത് വായുതത്വവും അസി നിൻ തിരുവടി തന്നെ മരുത്സാരഥി അഗ്നിതത്വവും അസി നിൻ തിരുവടി തന്നെ ത്വം ഭവതി തന്നെ ആപ ജലതത്വവും ത്വം ഭവതിയാണ് ഭൂമി പൃഥ്വി തത്വവും ത്വയി ഭവതി പരിണതായാം മേൽപ്രകാരം അതാത് രൂപങ്ങളെ സ്വീകരിക്കുമ്പോൾ ന ഇല്ല ഹി അവശേഷിക്കുക പരം വേറൊന്നും തന്നെ ത്വം ഭവതി ഏവ തന്നെ സ്വാത്മാനം സ്വസ്വരൂപത്തെ പരിണമയിതും പരിണമിപ്പിക്കുന്നതിന് വിശ്വവപുഷ പ്രപഞ്ചരൂപത്തിൽ ചിദാനന്ദകാരം ചിദാനന്ദ സ്വരൂപത്തെ ശിവയുവതി ശിവപത്നി എന്ന ഭാവേന ഭാവത്തോടെ ബിഭൃശേ ധരിക്കുന്നു. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപസ്ത്വം ഭൂമിസ്ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദകാരം ശിവയുവതി ഭാവേന ബിഭൃശേ. മനസ്സ്, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിവയെല്ലാം ഭവതി തന്നെ. ചരാചരങ്ങൾ അടങ്ങിയ ഈ ബ്രഹ്മാണ്ടമെല്ലാം തന്നെ പഞ്ചഭൂതാത്മാക്കളാണ്. അങ്ങനെ ഇരിക്കെ ഭവതി മേൽപ്രകാരമുള്ള അതാത് തന്മാത്രാരൂപങ്ങളായി പരിണമിക്കുമ്പോൾ ഭവതിയല്ലാതെ മറ്റൊന്നും തന്നെ അവശേഷിക്കുകയില്ല. സ്വസ്വരൂപത്തെ പ്രപഞ്ചരൂപത്തിൽ ആക്കി തീർക്കുന്നതിനായി ശിവപത്നി എന്ന ഭാവത്തോടെ ഭവതി ചിക്ശക്തി രൂപത്തെ കൈക്കൊള്ളുന്നു. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപസ്ത്വം ഭൂമിസ്ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദകാരം ശിവയുവതി ഭാവേന ബിഭൃശേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.